Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about what is the difference between speed and velocity. അപ്പോൾ ആദ്യം നമുക്ക് സ്പീഡ് എന്താണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ദിസ് പോയിന്റ് വിൽ ബി x1, ദിസ് പോയിന്റ് വിൽ ബി x2, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യാണ്. ഇത് ഏകദേശം ഒരു 10 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഞാൻ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 5 സെക്കൻഡ് ആണ്. ഞാൻ ഇവിടെ എല്ലാം SI യൂണിറ്റിലാണ് കേട്ടോ എഴുതുന്നത്. സോ 10 മീറ്റർ 5 സെക്കൻഡ് ട്രാവൽ ചെയ്തെങ്കിൽ ദെൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ് കിട്ടും. അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് 10 ഡിവൈഡഡ് ബൈ ടൈം 5 ആണെങ്കിൽ 2 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് എനിക്ക് ഉത്തരം കിട്ടും. സോ ദിസ് ഇസ് ദ സ്പീഡ് ഓഫ് മൈ വെഹിക്കിൾ. ഓക്കെ, ഇപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സോ വാട്ട് ഇസ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അറിയത്തില്ല എങ്കിൽ അതൊന്ന് എടുത്തൊന്ന് നോക്കിയേക്കണം കേട്ടോ. സോ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഞാനിപ്പോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഡോട്ടഡ് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഏകദേശം ഒരു എന്തായാലും 10നെക്കാട്ടി താഴെ ആയിരിക്കും. 5 മീറ്റർ ആണെന്നിരിക്കട്ടെ, മനസ്സിലായി? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടുത്തെ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പം 5 ഡിവൈഡഡ് ബൈ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. 5/2 ആക്കി എടുക്കാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് നമുക്ക് കിട്ടുന്നത് 2.5 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. സോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ഈ വെലോസിറ്റി എന്ന് പറയുന്നതിൽ എന്ത് കയറി വന്നു? ഡയറക്ഷൻ കയറി വന്നു. ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ തന്നെ അവിടെ എന്ത് വരും? ഡയറക്ഷൻ വരും. സോ ഈ ഡയറക്ഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ചില സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. സോ സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കാം, പോസിറ്റീവ് ആകാം. സോ സ്പീഡ് എന്ന് പറയുന്നത് either 0 or പോസിറ്റീവ്. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമ്മൾ ഒരിക്കലും എന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ -10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഒരിക്കലും പറയില്ല. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, either 0 or പോസിറ്റീവ്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാം, 0 ആകാം, പോസിറ്റീവ് ആകാം. സോ വെലോസിറ്റി ക്യാൻ ബി നെഗറ്റീവ്, 0 or positive depending on the displacement. Then speed in a direction onnuilla, it has only magnitude. So speed is a scalar quantity, but velocity has both magnitude and direction, so it is a vector quantity. Then unit of speed is distance divided by time alle, so meter second raised to -1. velocity യുടെ സ്പീഡും യൂണിറ്റും മീറ്റർ സെക്കൻഡ് റേസ് ടു -1 തന്നെയാണ്. ദെൻ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് സെയിം ആണ്, LT raised to -1. ഓക്കെ, ഇതാണ് സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള കുറച്ച് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. ആൻഡ് ദെൻ ഈ സ്പീഡിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിലെ കുറേ വാക്കുകളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? യൂണിഫോം സ്പീഡ്, വേരിയബിൾ സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. എൻ്റെ ഈശ്വര, ഇത്രയൊക്കെ സ്പീഡുകളോ? എങ്കിൽ ഈ സ്പീഡൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ മതി, അപ്പൊ അത് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ യൂണിഫോം സ്പീഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇഫ് an object covers equal distances in equal intervals of time, then the object is said to be moving in uniform speed. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ എല്ലാം SI യൂണിറ്റാ പറയുന്നത് കേട്ടോ. ട്രാവലിംഗ് പറയുക km/h സാധാരണ പറയുക, പക്ഷെ ഞാനിപ്പോ SI യൂണിറ്റിലാണ് പറയുക. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്യുകയാണ്. 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് കൊണ്ടും 10 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഓരോ 5 സെക്കൻഡിലും ഞാൻ ട്രാവൽ ചെയ്യുന്നത് 10 മീറ്റർ ആണെങ്കിൽ എനിക്കുള്ളത് യൂണിഫോം സ്പീഡ് ആയിരിക്കും. ഓക്കെ,
ഇനി എന്താണ് വേരിയബിൾ സ്പീഡ്? ആ പേര് തന്നെയുണ്ട്, എന്താണ് വേരിങ്, എന്തോ അവിടെ വേരി ചെയ്യുന്നുണ്ട്. സോ വേരി ചെയ്യുന്ന എന്താണ്? ഇഫ് ദ ഒബ്ജക്ട് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് ഞാനിപ്പോ 10 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, അടുത്ത 10 സെക്കൻഡ് കൊണ്ട് ഞാൻ 30 മീറ്റർ ട്രാവൽ ചെയ്തു. പിന്നത്തെ 10 സെക്കൻഡ് കൊണ്ട് ഞാൻ 5 മീറ്റർ ട്രാവൽ ചെയ്തുള്ളെങ്കിൽ അവിടെ എന്താണ്? ഞാൻ എടുത്ത ടൈം ഇന്റർവൽ സെയിം ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണ്, ബട്ട് ദ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഇസ് ഡിഫറെന്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിനുള്ളത് എന്താണ്? വേരിയബിൾ സ്പീഡ് ആണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആവറേജ് സ്പീഡ്. എന്താണ് ആവറേജ് സ്പീഡ്? അതായത് ഇഫ് ദ ഒബ്ജക്ട് ട്രാവൽസ് വിത്ത് വേരിയബിൾ സ്പീഡ്, പല 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 സ്പീഡിലാണ് ആ ഒബ്ജക്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ then average speed is equal to total distance travel divided by total time taken. ഞാൻ എത്ര ദിവസം ട്രാവൽ ചെയ്തു, എന്നിട്ട് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ അങ്ങ് മംഗലാപുരം വരെ പോയെന്നിരിക്കട്ടെ. സോ പല പല സ്പീഡിലായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. ബ്ലോക്ക് വരും, വളവ് വരും, അങ്ങനെ വരുമ്പോൾ എന്റെ സ്പീഡ് വേരിയിങ് സ്പീഡ് ആയിരിക്കും. അപ്പൊ എന്റെ ടോട്ടൽ ആവറേജ് സ്പീഡ് കാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മംഗലാപുരം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കും, എന്നിട്ട് ഞാൻ ട്രാവൽ ചെയ്തെടുത്ത് സമയം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യും. സോ ഐ വിൽ ഗെറ്റ് ആവറേജ് സ്പീഡ് ഓഫ് മൈ വെഹിക്കിൾ. ഇനി അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇപ്പോൾ ഉള്ള സ്പീഡ്, ഞാൻ നമ്മളിപ്പോ ഒരു ബസ്സിൽ ഇരിക്കാന്ന് വെച്ചോ, ബസ്സിൽ ഇപ്പോൾ ഉള്ള സ്പീഡ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പം, അതായത് ഫോർ എക്സാമ്പിൾ ഇതിന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്, നമ്മളെ വണ്ടിയിലൊക്കെ സ്പീഡോമീറ്റർ ഉണ്ട്, ബൈക്കിലും കാറിലും എന്തിലും നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററിൽ ആ സൂചി എത്ര കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് കാണിക്കും. കിലോമീറ്റർ പെർ അവറിലാണ് കാണിക്കുന്നത് കേട്ടോ. സോ ചിലപ്പോൾ 20 കിലോമീറ്റർ പെർ അവറിലായിരിക്കും. നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ അത് 30 കിലോമീറ്റർ പെർ അവറിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റിൽ, ആ ഒരു ടൈമിലുള്ള സ്പീഡാണ് അത് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് സ്പീഡ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് അത് എങ്ങനെയാണ് ഇത് വന്നത് ഞാൻ ഒന്നും, നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ലിമിറ്റ്, ഡെൽറ്റ ടി ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാൻ നേരത്തെയൊക്കെ 10 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു. ആ 10 സെക്കൻഡ് വരും, ആ സെക്കൻഡ് ഇങ്ങനെ കുറച്ച് 5 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്, അങ്ങനെ ഏറ്റവും കുറച്ച് വരുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് കിട്ടുന്നത് അല്ലെ. ടൈം ഇന്റർവൽ ഞാൻ ഏറ്റവും കുറയ്ക്കുകയാണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതും. ഓക്കെ, ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. സോ വാട്ട് വി ഗെറ്റ് ഇസ്, ഈ ഡെൽറ്റ ലിമിറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും, ലിമിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അർത്ഥം. ഇനി അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫർദർ പറഞ്ഞുതരാം. സോ ദിസ് ഇസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് യൂണിഫോം വെലോസിറ്റിയും വേരിയബിൾ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് യൂണിഫോം വെലോസിറ്റി. ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. കണ്ട, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വന്നു. നേരത്തെ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ആയിരുന്നു. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഇവിടെ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, then the object is having or it is traveling in uniform velocity. Then what is variable velocity? Variable velocity correct ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. In which the object, either the speed of the object changes or the direction of object changes or both changes. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കാർ ഓടിക്കുകയാണ്. അതായത് ഇതിപ്പോ ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെന്ന് വെച്ചു, പ്ലസ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്ത്, ഓക്കെ, വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുകയാണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ ഞാൻ 5 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ 5 മീറ്റർ ട്രാവൽ ചെയ്തത്. അടുത്തതിൽ ഞാൻ എൻ്റെ സ്പീഡ്, ഓക്കെ, സ്പീഡൊക്കെ ഒന്ന് കൂട്ടി, സോറി, അടുത്ത ഇതിൽ ഞാൻ എൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി, ഞാൻ 10 മീറ്റർ ട്രാവൽ ചെയ്തു പെർ സെക്കൻഡ്, സ്പീഡ് കൂട്ടി. അപ്പൊ ഇവിടെ എന്ത് വന്നു?
എൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു അല്ലേ? സോ അവിടെ എന്ത് വന്നു? വെലോസിറ്റി ചേഞ്ച് വന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു, ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുത്തി. പക്ഷെ സ്പീഡിൽ ചേഞ്ച് ഒന്നും വരുത്തിയില്ല, 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരുന്നു. അപ്പൊ അവിടെ എന്ത് വന്നു? മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വന്നില്ല, പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അതായത് അവിടെ വെലോസിറ്റി ചേഞ്ച് വന്നു. ഓക്കെ. ഇനി വേറൊരു കേസിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കി, അവിടെ വീണ്ടും ഞാൻ 2 മീറ്റർ പെർ സെക്കൻഡ് ആക്കി, സ്പീഡ് വളരെ കുറച്ചു. അപ്പൊ നമുക്ക് ഈ വേരിയബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് വരും, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് വരും, അല്ലെങ്കിൽ ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് വിൽ ഗീവ് റൈസ് ടു എ വേരിയിങ് വെലോസിറ്റി ഫോർ ദി ഒബ്ജക്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ അത്? അപ്പൊ അതാണ് വേരിയബിൾ വെലോസിറ്റി. ആൻഡ് ദെൻ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഈസ്, നേരത്തെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് എടുത്തു, ഇവിടെ വരുമ്പോൾ എന്തെടുക്കണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് എടുക്കണം. സോ T1 എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ x1 ആണ്. ആൻഡ് ഫോർ എ ടൈം T2 ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് വിൽ ബി x2. ദെൻ V ആവറേജ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 divided by T2 minus T1, which can be written like this: delta x divided by delta t എന്ന് എഴുതാം. ഡെൽറ്റ എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ ഡിഫറൻസ്, ചേഞ്ച് എന്നാണ് അർത്ഥം. ഓക്കെ, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. നെക്സ്റ്റ് is instantaneous velocity. Velocity at a particular instant of time is called instantaneous velocity. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈം ഇന്റർവെൽ കുറച്ച് കൊണ്ടുവരികയാണ്. സോ വി ബാർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞുതരാം, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബാർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബാർ ബൈ ഡി ടി. നേരത്തെ പോലെ തന്നെ ഇവിടെ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ സാധാരണ വെക്ടർ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒന്നുകിൽ നമ്മൾ ഒരു ആ ലെറ്റർ എഴുതിയിട്ട് മുകളിൽ ഒരു ബാർ കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ ഈ ലെറ്ററിനെ കുറച്ചുകൂടെ ബോൾഡാക്കി എഴുതും. ഇങ്ങനെ എഴുതിയാലും എന്താണ്, അതൊരു വി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ബോൾഡ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? സോ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നത് ചിലപ്പോൾ വി ബാർ എന്നായിരിക്കും. സോ വി ബാർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബാർ ബൈ ഡി ടി. ഇതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് യൂണിഫോം മോഷൻ, എന്താണ് നോൺ യൂണിഫോം മോഷൻ എന്ന് നോക്കാം. ഇതെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ. അപ്പൊ ഓരോന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോണം കേട്ടോ. സോ നമുക്ക് ആദ്യം യൂണിഫോം മോഷൻ എന്താന്ന് നോക്കാം. If the object covers equal distances in equal intervals of time, then the object is said to be in uniform motion. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പൊ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത 10 സെക്കൻഡ് കൊണ്ടും 100 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ the object is said to be in uniform motion. What is non-uniform motion? If the velocity of the object changes with time, then it's said to be in non-uniform motion. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് ടൈം അലോങ് ദ എക്സ് ആക്സിസ്, എന്നിട്ട് വെലോസിറ്റി അലോങ് ദ വൈ ആക്സിസ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി 0 സെക്കൻഡിലെ വെലോസിറ്റി 0 ആയിരുന്നു. പിന്നെ 10 സെക്കൻഡ് എത്തിയപ്പോ വെലോസിറ്റി ഇവിടെ 10-ലെത്തി. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, കൂടി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ ഇത് മനസ്സിലാക്കിക്കോണം, ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണെന്നുള്ളത്. ഇനിയിപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫിന് പകരം നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഗ്രാഫിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റണം ഒബ്ജക്റ്റ് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് കൺസെപ്റ്റ് പഠിച്ചാലും അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം എങ്കിലും നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. ഒരു പ്രോബ്ലം അല്ല കേട്ടോ, കുറെ പ്രോബ്ലം ചെയ്ത് പഠിക്കണം, പക്ഷെ മിനിമം ഒരു പ്രോബ്ലം എങ്കിലും ചെയ്യണം. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, എ കാർ ഈസ് മൂവിങ് along a straight line.
It moves from O to P in 18 seconds and returns P to Q in 6 seconds. What is the average speed and average velocity of the car in going from O to P and from O to P and back to Q? ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ വലിയ പാടാ മനസ്സിലാക്കാൻ. അപ്പൊ നമുക്കത് അവരൊരു ഓൾറെഡി ഇവരെ ക്വസ്റ്റ്യൻ, സാധാരണ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പിക്ചറൈസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. സോ ഞാനത് വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോ ഇതാണ് നമ്മുടെ ഒറിജിനോ. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാറ് മൂവ് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു കാറ് മൂവ് ചെയ്യാണ്. ഇറ്റ് ഈസ് മൂവിങ് ഫ്രം O to P അല്ലെ? O to P വരെ അത് മൂവ് ചെയ്യാൻ എടുത്ത സമയം എത്രയാ? 18 സെക്കൻഡ് ആണ് എടുത്തേക്കുന്നത്. അതായത് ടു P വരെ മൂവ് ചെയ്യാൻ അത് എടുത്തിരിക്കുന്നത് 18 സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് കം ബാക്ക് ടു Q. പിന്നെ അവിടുന്ന് അത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ആ ടൈം അവർ തന്നിട്ടുണ്ട് എത്രയാണുള്ളത്. എത്രയാണ്? കം ടു Q in 6 സെക്കൻഡ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെഷൻ, 2 സെഷൻ ആണ്. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ കാർ ഫ്രം O to P. അപ്പൊ അത് നമുക്ക് ആദ്യം നോക്കാം. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാണണം. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്തു വരുമ്പം പ്രോബ്ലത്തിന്റെ ആൻസർ തെറ്റാണെങ്കിലും ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ മാർക്ക് കിട്ടും. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്, ഓർ ടൈം ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് O to P വരെയാണ് ഫസ്റ്റ് കേസ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 18 ആണ്. മീറ്ററിലും സെക്കൻഡിലാണ് തന്നേക്കുന്നത്. സോ 360 ബൈ 18 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടാ? 20 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കണ്ടോ, ആവറേജ് സ്പീഡ് ഈസ് 360 ഡിവൈഡഡ് ബൈ 80, 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ടോട്ടൽ ടൈം ആണ്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ കാറ് പോകുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 360. പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. സോ 360 divided by 18. Again the answer will be same, 20 meter second raised to -1. സോ ഫസ്റ്റ് കേസിൽ നമ്മുടെ കാറിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഒന്ന് തന്നെയായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. അതായത് Oയിൽ നിന്ന് P വരെ പോയി തിരിച്ച് Qയിലേക്ക് വന്നു. അപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണ് അവർ ചോദിക്കുന്നത്. അപ്പൊ Oയിൽ നിന്ന് Pയിലേക്ക് പോയിട്ട് തിരിച്ച് Q വരെ വരുമ്പോഴത്തേക്കും സെക്കൻഡ് കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറി അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് മാറി. ഈ ഒരു വ്യത്യാസം അവിടെ കയറി വരും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ സെക്കൻഡ് കേസിലത്തെ പിക്ചറാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. അപ്പോ സെക്കൻഡ് കേസിൽ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ്, TD എന്ന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 360 വരെ പോയി, പിന്നെ 240 വരെ വന്നു അല്ലേ? സോ 360 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ നമ്മൾ കാണണം. 120 വരും. 120 ഡിവൈഡഡ് ബൈ ടൈം. ഇങ്ങോട്ട് 18 സെക്കൻഡ് ആയിരുന്നു, തിരിച്ചിങ്ങോട്ട് 6 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. സോ 18 പ്ലസ് 6 വരും. 18 plus 6 is 24. So this answer is 20 meter second raised to -1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് ആവറേജ് സ്പീഡ്. ഇനി ആവറേജ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വെലോസിറ്റി കാണുന്നിടത്ത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, ടോട്ടൽ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ
ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഇനിഷ്യലും ഫൈനൽ പോയിന്റും ആയിട്ട് വരിക. സോ 240 minus 0. 240 minus 0 is 240 divided by ടോട്ടൽ ടൈം എടുക്കണം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 18 + 6 ആണ് ടോട്ടൽ ടൈം. അപ്പൊ അതെന്ന് പറയുന്നത് 24 വരും. ദ ആൻസർ ഇസ് 10 meter second raised to -1. കണ്ടോ വ്യത്യാസം മനസ്സിലായോ എന്താന്നുള്ളത്? അതായത് ആദ്യത്തെ കേസിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഒന്ന് തന്നെയായിരുന്നു അല്ലേ? നേരെ അവിടെ വരെ പോയി വെലോസിറ്റി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിമാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഒരേപോലെ കിട്ടി. പക്ഷെ രണ്ടാമത്തെ കേസില് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഡിഫറെന്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അത് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇഫ് യു വോണ്ട് ടു discuss more problems, please let me know so that I shall include a class regarding that or about that problems. Okay. So with this lecture, we learn about what is speed, what is velocity, what is uniform speed, uniform velocity, average speed, average velocity, then variable speed, variable velocity, instantaneous speed, instantaneous velocity. Then we learn about uniform motion and non-uniform motion. Then we have done one problem related to the topic. Hope you all understood my lecture. For more updates, keep an eye on my channel, Lectures by Dr. Seena G. Thank you.